ശ്മശാന മൂകത ഒരു 2-2.5 ഇഞ്ച് കനത്തിൽ തളം കെട്ടി കിടക്കുന്നു. നിശബ്ദതയെ ചവിട്ടി അരച്ചുകൊണ്ട് പാദസ്വരത്തിന്റെ അലർച്ച. ചെല്ലം ചെല്ലം ചെല്ലം. കടവാവലുകൾ തിരുവാതിര കളിച്ചു. അന്നവൾ ആ യക്ഷി പനച്ചിപ്പാറയിൽ തന്നെ കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഇവിടെ ഒരു പാട്ടാവാം. നിലാവിന്റെ പൂന്തോപ്പിൽ ഒറിജിനൽ വന്നെന്ന് തോന്നണം. ജലങ്കര ശബ്ദം എന്റെ പേരൊക്കെ കൃത്യമായിട്ട് യക്ഷി പഠിച്ച്. സുന്ദരേശേട്ടാ எவ்வளவு தைரியம் இருந்தா இப்ப நீ என் கண் முன்னாடி வந்து நிப்பேன். இன்னைக்கு துர்காஷ்டமி. உன்னை கொன்ன உன் ரத்தத்தை குடிச்சு என் கையால நீ சாக போறே. നീ അടക്കം എല്ലാ ആണുങ്ങളും എന്റെ ശത്രുക്കളാണ്. ഞാൻ സ്വൈര്യവിഹാരം നടത്തുന്ന ഈ ഗ്രഹത്തിൽ നിന്നും ഇപ്പോഴേ നീ പോണം. ഇല്ലെങ്കിൽ പറഞ്ഞു കേട്ടോടാ, മര്യാദയോട് താമസം മാറ്റിക്കോണോന്ന്. ഇല്ലെങ്കിൽ ഞാൻ വലിച്ചേറി അടുപ്പിക്കും കേട്ടാ. ആരാ? സുന്ദരേശ, ഇത് ഞാനാ. ചാക്കോ സാറായിരുന്ന? പ്രേതബാധയുള്ള സ്ഥലമാണെന്നല്ലേ പറഞ്ഞത്? വല്ല മാടനോ മറുതയോ ഗോസ്റ്റോ വന്ന് മുമ്പ് നിന്നാൽ പല്ലളിച്ച് പേടിപ്പിക്കാനാ ഞാൻ ഇതുമായിട്ട് വന്നത്. എന്റെ പൊന്നു സാറെ, പ്രേതവും ഭൂതവും പിശാചൊന്നും ഇല്ലെന്നാ ഞാനും ആദ്യം കരുതിയത്. പക്ഷെ അതൊക്കെ ഉണ്ട് സാറേ, ഉണ്ട്. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? അതെ സാറേ, ചത്തുപോയ ഗുരുക്കളുടെ മകളുടെ പ്രേതം ഇപ്പൊ എന്നോട് സംസാരിച്ചതേ ഉള്ളു. സത്യമാണോ താൻ ഈ പറയുന്നത്? സത്യം. അവിടെ ഉണ്ട്. അവിടെ. താൻ പേടിക്കണ്ട, ഞങ്ങൾ ക്രിസ്ത്യാനികളെ യക്ഷിയും പിശാചും ഒന്നും ചെയ്യില്ല. ഇത് കണ്ടോ, പൊൻകുരിശ. കരുതലില്ലാതെ ഞാൻ വരൂ. വാ, അടുക്കരുത്, ദൂരെ പോ. ഇത് വെഞ്ചരിച്ച പൊൻകുരിശ. ദൈവമേ, 916ന്റെ പൊൻകുരിശ്. ഒരു മന്ത്രവാദത്തിനും ഒരു കുരിശിനെ അകറ്റി നിർത്താൻ കഴിയില്ല. അടുത്ത കൂടാതെ പോകാനാണ് ഞാൻ പറഞ്ഞത്. സോറി, പോമാട്ടെ. അയ്യോ, എന്റെ പൊൻകുരിശ്. എടാ, ഇത് ഒറിജിനൽ ലക്ഷ്യ. എന്റെ പൊൻകുരിശ്. ബാലപ്പോ, ഇലക്ഷൻ എന്നും പറഞ്ഞിറങ്ങിയതിന്റെ പേരില് 1.5 ലക്ഷം രൂപയാ കയ്യിൽ നിന്ന് പോയത്.
ഇത് ഞാൻ ആരെന്നൊക്കെ വസൂലാക്കും എൻ്റെ പൊന്നി ഈശ്വര, ഒരു പിടിയുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. അതെ, ഞാൻ ഒരു കല്യാണം കഴിക്കാം. നല്ലൊരു തുക സ്ത്രീധനമായിട്ട് വാങ്ങിച്ചു തന്നാൽ അതിൽ നിന്ന് ഒരു ഷെയർ നേതാവിൻ്റെ ആ ദുരിതം പിടിച്ച ഫണ്ടിലേക്ക് ഞാൻ സംഭാവന ചെയ്യാം. നിജമ നടക്കുന്ന കാര്യമല്ലോ ഉണ്ട് പറ ബാലപ്പ. ഞാൻ തമാശ പറഞ്ഞതല്ല. നേതാവിന് പരിചയമുള്ള ഏതെങ്കിലും ഫാമിലി നിന്നായാലും മതി. ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. എനിക്ക് ഒരു കുടുംബം വേണ്ടേ? ഫസ്റ്റ് എന്നിട്ട് വേണം ഞാൻ പല കുടുംബങ്ങളുമായിട്ട് തെറ്റാൻ. ആ, ഇതേ സംസാരം തന്നെ വീട്ടിലും. ഒന്നാലോചിച്ചാ കുടുംബവും പ്രാരാബ്ദമൊക്കെ തലേ കയറ്റി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കെണിയൊരുക്കി കാത്തിരിക്കുന്ന മാരേജ് ബ്യൂറോകൾ, വിവാഹത്തിന്റെ പേരിൽ കെണിയൊരുക്കി ലക്ഷങ്ങൾ തട്ടുന്ന മാരേജ് ബ്യൂറോകൾ വ്യാപകമാകുന്നു. 1000 മുതൽ 1500 രൂപ വരെയാണ് രജിസ്ട്രേഷന്റെ പേരിൽ ഈടാക്കുന്നത്. അത് കൊള്ളാലോ. ഈ കോളനിയിൽ ഒരു മാരേജ് ബ്യൂറോയ്ക്ക് സ്കോപ്പ് ഉണ്ട്. അത് തുടങ്ങി എങ്ങനെ ഇരിക്കും ബാലപ്പൂ? അതൊരു നല്ല ആശയമാണല്ലോ. നിന്നെ പോലെ പെണ്ണ് കിട്ടാത്ത ഒരുപാട് ചെറുപ്പക്കാർ ഈ കോളനിയിലുണ്ട്. ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമാണിത്. നമുക്കൊന്ന് തുടങ്ങിയാലോ? തുടങ്ങാം, പക്ഷേ എങ്ങനെ? ഈ ജവഹർ കോളനിയിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ പ്രാപ്തിയുള്ള ഒരേ ഒരാളെ ഉള്ളൂ, ചാക്കോച്ചൻ. ചാക്കോ സാർ ഇവിടെ ഇരിക്കുകയായിരുന്നാ? നമ്മുടെ നേതാവ് ഇങ്ങോട്ടാണ് വന്നായിരുന്നോ? ഇല്ല, വന്നില്ല. ഇല്ലേ? അല്ല, ചാക്കോ സാറിനൊന്ന് കാണണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. വരും. പിന്നെ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ എനിക്ക് ചാക്കോ സാറിനോട് പറയാനുണ്ട്. ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങിയ പിന്നെ ഞാൻ ഞെട്ടി ഒരു പരിവായിരിക്കുക. ഇനി എനിക്ക് ഞെട്ടാ വയ്യ ബാലപ്പ. ഞെട്ടേണ്ടത് ഞെട്ടി തന്നെ തീർക്കണം ചാക്കോ സാറേ. നമ്മളെ ഡിറ്റക്റ്റീവ് ഏജൻസിയെ തുരങ്കം വെച്ച് തകർത്ത വേന്ദ്രന്മാരെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ആരാന്നറിയോ? ആ CA പ്രകാശ് കുമാർ മണിയപ്പനും. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ സീരിയൽ നടി ബിന്ദു റാണിയായിട്ട് സംസാരിച്ചത് അന്നാമ്മ ചട്ടർജിയോട് പറഞ്ഞു കൊടുത്ത ആരാന്നറിയാവോ? ആ CA പ്രകാശ് കുമാർ. ചാക്കോ സാറിന് അയാൾ ഈ കോളനിയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കും. അതിനു മുമ്പ് അമേരിക്കയിലോട്ട് അങ്ങനെ പോകുന്നതാണ് നല്ലത്. പിന്നെ അവനെ പേടിച്ച് അമേരിക്കയ്ക്ക് പോകണോ ആഫ്രിക്കയ്ക്ക് പോകണോ തീരുമാനിക്കേണ്ട താനല്ല, ഞാനാ. ഞാൻ ഇനി പല സംരംഭങ്ങളും ഇവിടെ തുടങ്ങും. അവന് തകർക്കാമെങ്കിലും തകർക്കട്ടെ. കൊള്ളാം. ഈ ധീരത, ഈ ഒരു കർമ്മ കുശലത, ഈ ഒരു കരളുറപ്പ്, അത് വേണം ചാക്കോ സാറേ. നമ്മള് പല ഉദ്യമങ്ങളും തുടങ്ങും. താൻ നോക്കിക്കോ, ചാക്കോച്ചൻ ആരാണെന്ന് പ്രകാശ് കുമാർ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ആ കാക്കയുടെ മുന്നിൽ ചാക്കോ സാർ തോറ്റു കൊടുത്താൽ അത് ഈ കോളനി മുഴുവൻ തോക്കുന്നത് പോലെയാണ്. താൻ ചെന്നയാളോട് പറ, ചാക്കോച്ചൻ അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, തകർക്കാമെങ്കിൽ തകർത്തോളാൻ. അടുത്തത് നമുക്കൊരു കാര്യം ചെയ്യാം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്കിവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാൻ വയ്യ. അങ്ങനെയെങ്കിൽ നമുക്കത് തുടങ്ങിയാലോ? ഏത്? മാരേജ് ബ്യൂറോ. മാരേജ് ബ്യൂറോ? ഈ കോളനിയിൽ അതിന് നല്ല സ്കോപ്പുണ്ട്. എത്രയെത്ര പയ്യന്മാരും പയ്യകളുമാണ് ഈ കോളനിയിലുള്ളത്. അവർക്കൊക്കെ പറ്റിയ ഒരു നല്ല ജീവിതം കണ്ടെത്തി കൊടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. അല്ല ബാലപ്പ, ഈ മാരേജ് ബ്യൂറോ എന്നൊക്കെ പറയുമ്പോ കോളനിക്കാർക്ക് ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ആ സ്ഥാപനത്തെ തകർക്കാൻ വരുന്നവരെ തടയാൻ രക്ഷകർത്താക്കളാവും ആദ്യം മുന്നിട്ടിറങ്ങുക. അത് കൊള്ളാമല്ലോ. ഡിറ്റക്റ്റീവ് ഏജൻസി പോലല്ല, പബ്ലിക്കിന്റെ സപ്പോർട്ട് കിട്ടുന്ന ഒരു പണിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാലോ. കൊണ്ടുപോകാം. എന്താ മണിയാ, നീ എന്തിനാ കരയുന്നേ? ആ സുവർണലത നിന്നെ വല്ലതും പറഞ്ഞോ? അയ്യോ, കരഞ്ഞല്ല ചേച്ചി, ഒന്ന് ചിരിച്ചതാണേ. അതെന്താ ഇങ്ങനെ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും എന്റെ ചേച്ചി? നമ്മുടെ ചാക്കോച്ചൻ ആരോടുള്ള വാശി തീർക്കാനാണോ ഇമാതിരിയുള്ള പരിപാടിക്കൊക്കെ കാശിറക്കുന്നത്. ഇപ്പൊ എന്താ പുതിയ പരിപാടി? മാരേജ് ബ്യൂറോ തുടങ്ങാൻ പോണെന്ന് പോലും. മാരേജ് ബ്യൂറോയോ? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പണം തിന്നാൻ വിധി കിടക്കുന്നതേ ആ നേതാവിനും ബാലപ്പനും ഒക്കെയാ. അവരെന്തോ ചെയ്യട്ടെ, നീ അതിലൊന്നും കേറി ഇനി ഇടപെടണ്ട. ഞാൻ ഇടപെടും. ഈ കോളനിയിലെ അയാൾ ഇനി എന്തു തുടങ്ങിയാലും ശരി, അതെല്ലാം ഞാനും സാറും ചേർന്ന് ഇടിച്ച് നിരത്തും. പക്ഷെ പറ്റിയൊരു സൂത്രം ഒപ്പിക്കണം. ഇനി എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. ബ്യൂറോ തുടങ്ങിയോ? നാളെ തുടങ്ങും. എന്തായാലും ഇത് ഞാൻ 1 മാസത്തിൽ കൂടുതൽ തികയ്ക്കാൻ സമ്മതിക്കൂല.
ആ കേണലിന്റെ ഭാര്യ എനിക്ക് നേരത്തെ ഒരു സൂചന തന്നിരുന്നു. പുളിയാമ്പറമ്പ് തറവാടിന്റെ പേരിൽ ഈ കോളനിയിൽ ഒരു സ്ഥാപന ശൃംഖലയ്ക്ക് തന്നെ തുടക്കം കുറിക്കുന്നു. പുളിയാമ്പറമ്പിൽ ഡിറ്റക്റ്റീവ് ഏജൻസി, പുളിയാമ്പറമ്പിൽ മാരേജ് ബ്യൂറോ, പുളിയാമ്പറമ്പിൽ ചിട്ടി ഫണ്ട്, പുളിയാമ്പറമ്പിൽ സെക്യൂരിറ്റി സർവീസ്. അങ്ങനെ കുറെ എണ്ണം ആകുമ്പോ ഈ കോളനിയിലുള്ളവർ വിചാരിക്കും അന്നമ്മ ഏതോ കൊമ്പത്തെ ആളാണെന്ന്. ഇതൊക്കെ ചുമ്മാണ് ചേച്ചി. ഈ ചരമക്കോളത്തിൽ പരസ്യം കൊടുക്കാൻ കൊള്ളാം. ഹ, ചേച്ചി കണ്ടിട്ടില്ലേ ചരമ ഫോട്ടോയുടെ താഴെ ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞ് ഇതുപോലെ ചില പേരുകൾ കൊടുക്കും. കാണുന്നവ വിചാരിക്കും വലിയ വലിയ ബിസിനസ് ശൃംഖലയുടെ അധിപനായിരുന്നു ഇയാളെന്ന്. എന്തായാലും അന്നാമ്മ അങ്ങനെ ഈ കോളനിയിൽ ആളാകണ്ട. ആ, ഇവിടുത്തെ പോലീസ് തൊപ്പി വെച്ച രാജാവാ എന്റെ ചേട്ടൻ. ഞാൻ കിരീടം വെക്കാത്ത രാജ്ഞിയും. ചേച്ചി ഒന്ന് സമാധാനപ്പെട്. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച വഴിക്ക് തന്നെ നടക്കും. എഴുതി വെച്ചോ സുമേ, നീ എഴുതി വെച്ചോ. ഈ പ്രകാശ് കുമാർ വെല്ലുവിളിയോടെ പറയാണ്, ആ കല്യാണരാമന്റെ മാരേജ് പൂറ പൂട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് പ്രകാശ് കുമാർ എന്നല്ലടി. മതി, എനിക്കത് കേട്ടാ മതി. ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തുന്ന ഭർത്താവ്. അങ്ങനെ ഒരു ഭർത്താവിനെ ഭാര്യ പൂവിട്ട് പൂജിക്കും. ഹ, ജോലിക്കാരനെ പൂജിക്കും. ഓ പൂജിക്കും പൂജിക്കും. വളരെ ജാഗ്രതയോടെ വേണം ഇത്തവണ കരിക്കളെടുത്ത് വെച്ച് നീക്കാൻ. ഇതിപ്പോ ഒരു ചതുരങ്ങ കളിയാണ്. അയാളുടെ രാജാവിനെ ഞാൻ കാലാൽ കൊണ്ട് പൂട്ടും, തേരുകൊണ്ടും കുതിര കൊണ്ടും വെട്ടും. അയാളെ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ ഞാൻ ചെക്ക് പറഞ്ഞ് പറഞ്ഞില്ലേ പേടിപ്പിക്കില്ലെന്ന്. അത് ശരി, 4 വശത്തുനിന്നും ശത്രുവിനെ പൂട്ടാൻ നിൽക്കുന്ന ആളാ ഞാൻ. ദേ ഇങ്ങനൊന്ന് തൊട്ടപ്പോ പേടിച്ചത്. അതെ ചേട്ടാ, ഇത്തവണ നമ്മുടെ പ്ലാനിങ് പൊളിയാനേ പാടില്ല. ഇത്തവണ പാളിയാൽ പിന്നെ പ്രകാശ് കുമാർ ഒരു നിമിഷം ഈ ഭൂമി ജീവിച്ചു. എന്റെ സാറേ, എന്താടാ? അല്ല സാറിനെ ഇനി 1-2 ദിവസം കൂടിയല്ലേ കാണാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോ എനിക്ക് കരച്ചിലടക്കാൻ പറ്റണില്ല സാറേ. എല്ലാവരുടെയും കരച്ചിൽ ഞാൻ അടക്കും. എന്റെ ഭാര്യയ്ക്ക് ഞാൻ സന്തോഷം കൊടുക്കും. എന്റെ ജോലിക്കാരൻ ഞാൻ അഭിമാനം കൊടുക്കും. കിട്ടിപ്പോയി, ഐഡിയ കിട്ടിപ്പോയി. സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റണില്ല. എന്റെ ഈശ്വരന്മാരെ, ഈ ഐഡിയ എന്റെ തലയെ മുളപ്പിച്ചതിന് 1000 നന്ദി. അയ്യോ ചേട്ടാ, ഐഡിയ എന്താന്ന് പറ. പറഞ്ഞല്ല, അത് പ്രവർത്തിച്ചാണ് കാണിക്കേണ്ടത്. അതാണ് സാറിന് ഒരു ബുദ്ധി. സാറേ എന്ത് സാറേ? ചേച്ചി സാറിന് വിഭ്രാന്തി അടിച്ചു. വിഭ്രാന്തി. ചേട്ടാ ആ പാവത്തിന് വിട്ടേരും ചേട്ടാ, ഞാൻ അവൻ ഒന്നും പാവമല്ലേ. നിനക്ക് താടി വളരില്ല അല്ലേടേ? അപ്പൊ അതാണ്. ശ്വാസം പോയി. ഞാൻ കരടിനെ തേച്ച് നോക്കിയതാണ്, പക്ഷെ വളരുന്നില്ല സാറേ. എന്താ? വളരണം. നിനക്കൊരു താടി വളർന്നേ പറ്റൂ. എനിക്കാ? അയ്യോ എന്തിനു ചേട്ടാ? താടികളുടെ കാര്യം പറഞ്ഞ് നിനക്ക് എന്തിനാ പേടി? കേറി പോടി. സുന്ദരേശ സാറേ, മരപ്പെട്ടി ഇത് ഞാനായത്. നിനക്കത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്ന? പേടിപ്പിച്ചു. ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അതെ, എന്തായിരുന്നു ഇപ്പൊ ആക്രാന്തപ്പെട്ട് ഓടിക്കൊണ്ട് കയറി വന്നത്? കല്യാണം. തള്ള രക്ഷപ്പെട്ട്. ഇനിയെങ്കിലും നീ ഒരു കല്യാണം ഇയാളെ ഇത് കഴിച്ചാൽ അതല്ലെന്ന്. പിന്നെ? നമ്മുടെ കോളനിയിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു. അല്ല ചാക്കോ സാർ ഒന്നും പറഞ്ഞില്ല? ഇല്ല. ആ കാര്യമുണ്ട്. ഞാൻ 4-5 ദിവസം സ്ഥലത്തില്ലായിരുന്നു. എവിടെ പോയിരുന്നു? ഇപ്പൊ എഴുത്ത് കിടക്കണ അങ്ങ് മലം പ്രദേശത്ത് അയ്യോ, അപ്പൊ വനത്തീരുന്നാണ് ഇപ്പൊ എഴുതുന്നത്. എടാ വേലപ്പ, എഴുതാനുള്ളൊരു മൂഡ് സൃഷ്ടിച്ചെടുക്കാൻ കഥ നടക്കുന്ന സ്ഥലം ഭാവന കാണുക മാത്രമല്ല, അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരുന്ന് എഴുതി തള്ളിക്കളയും ഞാൻ. അല്ല അതെനിക്കറിയാം. അങ്ങനെ ഒരു ഹൊറർ സീരിയൽ എഴുതാൻ വേണ്ടിട്ടല്ലേ പ്രേതബാധയുള്ള ഈ വീട് നമ്മൾ കണ്ടെത്തിയത്. അത് തന്നെ. ഇന്ന് എഴുത്തുകാരുടെ ഇടയിൽ ലൊക്കേഷൻ നേരിട്ട് കണ്ടു ചെന്ന് എഴുതുന്ന ഒരു എഴുത്തുകാരൻ ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ആഫ്രിക്കയിലെ നരഭോജികളെ കുറിച്ച് കഥ എഴുതാൻ എത്രയും പെട്ടെന്ന് സുന്ദരേശ സാറിന് അവസരം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കോളനിയിൽ ഒരു മംഗളകാര്യം നടക്കാൻ പോവാണ്. മംഗളാര്യോ? അതെന്തര്? ആ, ഇവിടെ ഒരു കല്യാണ മാരേജ് ബ്യൂറോ വരാൻ പോകുന്നു. അതിരിക്കട്ടെ, നീ എന്നെ നടത്തണേ? അല്ലെന്ന് ചാക്കോ സാറ്. പുളിയാമ്പറമ്പിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡോൾബി ഡിജിറ്റൽ മാരേജ് കമ്പ്യൂട്ടറൈസ്ഡ് അങ്ങനെയൊക്കെ ഉണ്ട്. കൺസൾട്ട്. അത് തന്നെ. അതുമല്ല. അപ്പൊ മറ്റേതൊക്കെ വിട്ട? ഏത് മറ്റേ CID പണിയാ? അത് വിട്ട്. അത് നേരെ ചൊവ്വേ പോയാന്. പക്ഷെ തുടക്കത്തിൽ തന്നെ പാളിപ്പോയി. അന്നൊരു പെൺകുട്ടി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ചാക്കോച്ചന്റെ കയ്യിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയായിരുന്നു. അതൊരു വ്യാജ കംപ്ലൈന്റ് ആയിരുന്നു. വ്യാജ കംപ്ലൈന്റ്? അമ്മേണ ബാലപ്പ ഞാൻ അതിപ്പോഴാണ് അറിയണേ.
ആ കൊള്ളാം. അതെ, ചാക്കോ സാറ് കഴിവുള്ള വേറൊരു ഡിറ്റക്റ്റീവ് ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചപ്പോഴല്ലേ സത്യം പുറത്തു വന്നത്. അത് ശരി, അപ്പൊ സത്യം ജയിലിനകത്തായിരുന്നല്ലേ? ഏത് സത്യൻ? അല്ല, ഞാൻ പറഞ്ഞ രവീന്ദ്രൻ കണ്ട്രാക്കിന്റെ മോൻ സത്യം. രവീന്ദ്രൻ കണ്ട്രാക്കിന്റെ മോ സത്യനല്ല, ഇത് സത്യം, ട്രൂത്ത്, നിജസ്ഥിതി. ഓ, ആ ആ ഫോട്ടോ പ്രകാശ് കുമാറിന്റെ എർത്തുണ്ടല്ലേ, ആരാ മണിയപ്പൻ, അവൻ ഏതോ ഒരു സ്റ്റുഡിയോ സംഘടിപ്പിച്ച് വേറൊരാളിനെ ഏർപ്പാടാക്കി വിട്ടതാണ്. എനിക്ക് അപ്പോഴേ തോന്നി ആണല്ലേ? ഈ പരിപാടി ഒന്നും കൂടെ നടക്കൂല. അത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ അന്നാമച്ചേട്ടത്തിന്റെ ഒരേ നിർബന്ധമായിരുന്നു. ഇപ്പൊ എന്താ പുതിയ പരിപാടി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുളിയാമ്പറമ്പിൽ മാരേജ് കൺസൾട്ടൻസി ഡോൾബി സിസ്റ്റം ഒന്നും. അതുള്ള തന്നെ. ആ ഉള്ള തന്നെ. അതാകുമ്പോ കോളനിക്കാരുടെ സപ്പോർട്ട് ചാക്കോച്ചന് തിരിച്ചു പിടിക്കാൻ പറ്റും. നമ്മ 5-6 പേർക്ക് പണിയാവൂന്ന്. അതോടെ കോളനിക്കാർക്ക് പണി ഉണ്ടാക്കാതിരുന്നാ മതി. എന്തായാലും പറഞ്ഞായിരുന്നു. അല്ല, ഇത് എന്ന് തുടങ്ങുമെന്ന്? ആ കൊള്ളാം കൊള്ളാം. എന്ത് തുടങ്ങണില്ലേ? തുടങ്ങുമെന്ന്. ദേ, ഇതാരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നറിയാവോ? ഇല്ല. പ്രശസ്ത കഥാകൃത്ത് CK സുന്ദരേശൻ. ഞാനാ? പറ്റത്തില്ലേ? അയ്യോ, എന്ത് പറ്റത്തില്ലേ? നീ ചുമ്മാ. ദേ, അമ്മ ഇപ്പൊ തന്നെ അറിഞ്ഞു കേട്ട് 10-12 പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ്. അമ്മണ എനിക്ക് ഇത്ര പോലെ. എന്ത്? നീ ചുമ്മാ ഉള്ള തന്നെ ചെയ്യത്തില്ലേ? അമ്മണ ഞാൻ കയറി എന്തെങ്കിലും എന്തൊക്കെ ചെയ്യും? അല്ല, ഉദ്ഘാടനം ചെയ്യുമെന്ന്. ആ, അത് പറയാനാ ഞാൻ വന്നത് തന്നെ. ഹലോ 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 പുളിയാമ്പറമ്പിൽ ചെക്കിംഗ്. ഹലോ ഹലോ പുളിയാമ്പറമ്പിൽ ഡോൾബി ഡിജിറ്റൽ കമ്പ്യൂട്ടറിസ്റ്റ് മാരേജ് ബ്യൂറോ. ഹലോ. നിങ്ങളുടെ മനസ്സിന് അനുയോജ്യമായ വധൂവരന്മാരെ കണ്ടെത്താൻ ഇന്ന് തന്നെ സമീപിക്കുക പുളിയാമ്പറമ്പിൽ ഡോൾബി ഡിജിറ്റൽ കമ്പ്യൂട്ടറിസ്റ്റ് മാരേജ് ബ്യൂറോ. വിവാഹം അത് സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു. അത് നടത്തിത്തരുന്നതാകട്ടെ പുളിയാമ്പറമ്പിൽ കമ്പ്യൂട്ടറിസ്റ്റ് ഡിജിറ്റൽ ഡോൾബി മാരേജ് ബ്യൂറോ. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരേ ഒരു സ്ഥാപനമാണ് പുളിയാമ്പറമ്പിൽ ഡോൾബി ഡിജിറ്റൽ കമ്പ്യൂട്ടറിസ്റ്റ് മാരേജ് ബ്യൂറോ. ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കുക. നമ്മുടെ കോളനിയുടെ സീമന്ത രേഖയിൽ തിലകക്കുറി പോലെ ഇതാ ഒരു കല്യാണ മാരേജ് ബ്യൂറോ. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ ആശയ്ക്കും കീശയ്ക്കും യോജിച്ച വധൂവരന്മാരെ നിഷ്കരുണം ഞങ്ങൾ കണ്ടുപിടിച്ചു തരുന്നു. പുളിയാമ്പറമ്പിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡോൾബി ഡിജിറ്റൽ കല്യാണ ബ്യൂറോ. പുളിയാമ്പറമ്പിൽ ഡോൾബി ഡിജിറ്റൽ മാരേജ് ബ്യൂറോ ഇതാ ഈ കോളനിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സ്ത്രീ പുരുഷ സങ്കല്പങ്ങൾക്ക് ഒരു ഉത്തമ ഉദാഹരണം പുളിയാമ്പറമ്പിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറൈസ്ഡ് മാരേജ് ബ്യൂറോ. ആരും കൊതിക്കുന്ന പെണ്ണ്, ആകർഷകമായ സ്ത്രീധന തുക നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ? സമീപിക്കൂ പുളിയാമ്പറമ്പിൽ ഡോൾബി ഡിജിറ്റൽ മാരേജ് ബ്യൂറോ. ഇന്ന് തന്നെ നിങ്ങൾ സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പെൺകുട്ടികളെയും വരന്മാരെയും സ്വന്തമാക്കൂ. പുളിയാമ്പറമ്പിൽ ഡോൾബി ഡിജിറ്റൽ മാരേജ് ബ്യൂറോ. പാപജാതകം, ശുദ്ധജാതകം, എരണംകെട്ട ജാതകം, അങ്ങനെ നിങ്ങളുടെ ജാതകം എത്ര ഗതികെട്ടതായാലും ശരി, അവർക്ക് അനുയോജ്യമായ വധൂവരന്മാരെ കണ്ടെത്തൂ, കൊണ്ടുപോകൂ, സ്വന്തമാക്കൂ. പുളിയാമ്പറമ്പിൽ കമ്പ്യൂട്ടറൈസ്ഡ് കൺസൾട്ടൻസി, പുളിയാമ്പറമ്പിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡോൾബി സിസ്റ്റം മാരേജ് ബ്യൂറോ. ഇന്ന് തന്നെ സന്ദർശിക്കൂ. മനസ്സിനിണങ്ങിയ വധൂവരന്മാരെ സ്വന്തമാക്കൂ. ആദ്യ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഡൈവോഴ്സ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പേടിക്കണ്ട, അതിനുമുണ്ടൊരു മാർഗം. ഒരേ ഒരു വാക്ക്, പുളിയാമ്പറമ്പിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡോൾബി ഡിജിറ്റൽ മാരേജ് ബ്യൂറോ. വിവാഹമോചനം അത് പുളിയാമ്പറമ്പിന്റെ നിഘണ്ടുവിലില്ല. അതാണ് പുളിയാമ്പറമ്പിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡോൾബി ഡിജിറ്റൽ മാരേജ് ബ്യൂറോ. പുളിയാമ്പറമ്പിൽ. പുളിയാമ്പറമ്പിൽ മാരേജ് ബ്യൂറോ. കുഴപ്പമില്ല, എന്നെ കണ്ടിട്ടിപ്പോ ഞാൻ പോലും തിരിച്ചറിയുന്നില്ല. അയ്യോ പൊന്ന് ചാക്കോച്ച, ഇത് നമ്മൾ തകർക്കും. ഭരണിയാണെന്റെ നാൾ എനിക്ക് പറ്റിയൊരു. ഹലോ, പുളിയാമ്പറമ്പിൽ മാരേജ് കൺസൾട്ടൻസി ബ്യൂറോ പ്രൊപ്പറേറ്റർ ബാലപ്പൻ സ്പീക്കിംഗ്. ആ പറഞ്ഞോളൂ. ഏയ് അത് കുഴപ്പമില്ല, അവർക്കൊരു ജീവിതമായില്ലേ. മാത്രമല്ല പുളിയാമ്പറമ്പിൽ മാരേജ് ബ്യൂറോയ്ക്ക് ഒരു നയമുണ്ട്.
ചേരേണ്ട കുടുംബങ്ങൾ തമ്മിലേ ചേരൂ. അത്രേ ഉള്ളൂ. ആ ആ, ആ, ആ അങ്ങനെയെങ്കിൽ ഞങ്ങള് കൃതാർത്ഥരായി. ദാ ഇപ്പോ അരമണിക്കൂർ മുമ്പ് വേറൊരു പാർട്ടിക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് കൃതാർത്ഥനായതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി ശരി. ഓ, കൃതാർത്ഥനായി കൃതാർത്ഥനായി. എന്റെ കൃത രണ്ടും കരിഞ്ഞു. അതെ, എന്റെ ചേട്ടന് വേണ്ടിയിട്ടാണ്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ പിന്നെ ഇതാ. പടം കാണുന്നില്ലല്ലോ. എനിക്ക് കാണാല്ലോ. തിരിച്ച് അതാണ് ചേട്ടൻ. എങ്ങനെയുണ്ട്? എന്താ പേര്? സുഭാഷ്. നിങ്ങളുടെ പേര്? സബാഷ്. ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ. കൊളാഷ്. എന്താ പയ്യന് ജോലി? പോർട്ടറാണ്. പോർട്ടറാണല്ലേ? അല്ല, ഫ്രണ്ടില് റീ ഉണ്ട്, റിപ്പോർട്ടറാണ്. റിപ്പോർട്ടർ. അപ്പൊ പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ അതെ അതെ. പുള്ളിക്കാരന്റെ ഒരുപാട് റിപ്പോർട്ടുകൾ പത്രത്തിലൂടെ വന്നിട്ടുണ്ടേ. നക്ഷത്രം ആയില്യ. ഓഹോ, നക്ഷത്രത്തിലായില്ല. അതല്ല, ആയില്യ നക്ഷത്രമാണ് അദ്ദേഹത്തിന്റേത്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഒരച്ഛൻ, ഒരമ്മ, ഒരു ഞാൻ, ഒരവൻ. നന്നായി. എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിമാൻഡ്? പെൺകുട്ടി സുന്ദരിയായിരിക്കും, ആയിരിക്കും. നല്ല സാമ്പത്തികം വേണമല്ലോ, കിട്ടുമല്ലോ. എല്ലാത്തിനും ഉപരി നല്ല കുടുംബമായിരിക്കണം. പയ്യൻ അഴിക്കകത്ത് തറവാട്ടുകാരനാണേ. വെറും കച്ചവട ലാഭത്തിന് വേണ്ടി മാത്രമല്ല, കുറച്ച് നല്ല റിലേഷൻസ് കണ്ടെത്തി ഈ ബ്യൂറോ ഒന്ന് പ്രശസ്തമാക്കണം. അതാണ് ഞങ്ങളുടെ എയിം, ലക്ഷ്യം, ഗോൾ. അതെ, എത്രയും പെട്ടെന്ന് പറ്റിയ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് തരണം, അത്രേ ഉള്ളൂ. പിന്നെ ഇടവ മാസത്തിനു മുമ്പ് നടന്നില്ലെങ്കിൽ പിന്നെ ഈ ജന്മത്തെ കല്യാണം നടക്കില്ലെന്നാണ് ജാതകവിധി. കേസ് പുളിയാമ്പറമ്പിൽ മാരേജ് ബ്യൂറോ ഏറ്റെടുത്ത സ്ഥിതിക്ക് ജാതകവിധി തെറ്റും. എന്നാ അടിയുമായി. എന്തിനാവശ്യമില്ലാതെ ജാതകവിധി തെറ്റിക്കണോ? ഞാൻ അതല്ല പറഞ്ഞത്. ഈ സബാഷിന്റെ സുഭാഷ്. അപ്പൊ സബാഷ് ആരാ? ഞാനാണ്. അപ്പൊ ഇത് സുഭാഷ് ആണല്ലേ? അതെ, സബാഷ്. അത് ഞാൻ ഇതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ സുഭാഷിന്റെ കല്യാണം നടന്നു എന്ന് തന്നെ കരുതുക. ഇതിനാടെ വരവേട്ടെ. കല്യാണം നടന്നിട്ടാ പോരെ? ആ, ഒരു 1000 രൂപ അങ്ങോട്ട്. അല്ല, എനിക്കിപ്പോ അത്യാവശ്യമൊന്നും ഇല്ല. നിനക്ക് തരുന്ന കാര്യമല്ല പറഞ്ഞത്, പിന്നെ? ഇവിടെ തരണം. ഈ രജിസ്ട്രേഷൻ ഇവിടെ. ഫീസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി. ഇവിടെ registration കൊണ്ടല്ലേ? വല്ലവരുടെ കല്യാണത്തിന് നമ്മള് കാശിലാക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ഞാൻ പിന്നെ കല്യാണം നടന്നാൽ ഇവിടത്തെ ഓരോ സ്റ്റാഫിനും എന്റെ വകയായി 10,000 രൂപ ഞാൻ പാരിതോഷികം